പ്രായപരിധി മാനദണ്ഡത്തിൽ ഇളവ് നൽകുന്നത് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ മീഡിയ വണിനോട്. മൂന്നാം തവണയിലും അധികാരത്തിലെത്താനുള്ള മെറ്റീരിയൽ നിർമ്മിക്കുകയാണ് സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അടക്കമുള്ള വിഷയങ്ങളും ചർച്ചയാകും. അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFനെ ആര് നയിക്കുമെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും അപ്പോഴത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. CPM സംസ്ഥാന സമ്മേളനത്തിന് അല്പസമയത്തിനുള്ളിൽ ഔദ്യോഗിക തുടക്കമാവുകയാണ്. കേരളത്തിലെ CPM രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാവുന്ന, ഒരുപക്ഷെ CPMന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം എന്ന് വേണം കൊല്ലം സമ്മേളനത്തെ വിലയിരുത്താനെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും രാവിലെ മന്ത്രി സജി ചെറിയാൻ മീഡിയ വണിനൊപ്പം ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഈ കൊല്ലം സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത എന്നാണ് താങ്കൾ തോന്നുന്നത്? ഓരോ സമ്മേളനവും അതത് കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളാണ്. അപ്പോൾ ആ കാലത്തിനനുസരിച്ചുള്ള പ്രാധാന്യ സമ്മേളനത്തിലുണ്ടാകും. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, വാഗ്ദാനങ്ങൾ പാലിക്കുകയാണ്. അങ്ങനെ പാലിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റിന് അടുത്തൊരു ഭരണം ജനങ്ങൾ നൽകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചില്ല. പക്ഷേ എറണാകുളം സമ്മേളനം വരുമ്പോൾ പക്ഷേ കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകൾ വളരെ പ്രധാനമാണ്. കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ അധികാര രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ടും ഭരണപരമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും രാഷ്ട്രീയമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെയും കേരളത്തിലെ ഇടതുപക്ഷത്തെയും തറങ്ങാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകളെ കൂടി പ്രതിരോധിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തുടരാൻ കഴിയൂ. അപ്പോൾ ദേശീയ തലത്തിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളും ഭരണപരമായ ദേശീയ രാഷ്ട്രീയത്തിലെ BJP ഗവൺമെന്റ് നിലപാടുകളും ഒക്കെ വെച്ചുകൊണ്ട് കേരളത്തിൽ നവകേരള സൃഷ്ടി എങ്ങനെയാക്കാം, എങ്ങനെയാണ് അതിലേക്ക് പോകാൻ വേണ്ടി ഇനിയും വരുന്ന തടസ്സങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ചെയ്തു കഴിഞ്ഞു. ഇപ്പം ഞാൻ നടക്കുന്ന ഈ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഉണ്ട്, ഇതെല്ലാം മാറ്റം നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ 8.5 വർഷമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചു, അതിനപ്പുറത്തേക്ക് നമ്മൾ പോയില്ലേ. എന്തെല്ലാം നുണപ്രചനങ്ങൾ കേരളത്തിൽ കെട്ടഴിച്ചു വിട്ടു, എന്തെങ്കിലും കേരളത്തിൽ വരെ പോയത്. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അതിശക്തമായി മുന്നോട്ട് പോകുന്നൊരു കാലത്ത് ഞങ്ങൾക്കൊരു തുടർഭരണത്തിലേക്ക് വരാൻ കഴിയുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ പരമാവധി ഊട്ടിയുറപ്പിക്കാനുള്ള ലക്ഷ്യബോധത്തിലുള്ള ചർച്ചയും ശരിയായ തീരുമാനങ്ങളും പാർട്ടി സംസ്ഥാന സമ്മേളനം എടുക്കും. അതാണ് ഈ സമ്മേളനത്തിൽ പ്രാധാന്യം. ഇപ്പോഴും എന്തെല്ലാം ഉന്നയിക്കുന്നു അതും വെറും ജലരേഖയായി. അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ ഈ മൂന്നാം തെരഞ്ഞെടുപ്പിലും പിണറായിയെ തന്നെ മുൻനിർത്തി ആയിരിക്കുമോ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക? ഇപ്പം അദ്ദേഹം പാർട്ടിയും ഗവൺമെന്റിനെ നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പ്രത്യേകമായ അനുവാദം ഗവൺമെന്റിന് ഭാഗമെന്ന് ലീഡർഷിപ്പ് എന്ന അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഇപ്പം അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ ആ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഇതൊന്നും സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമേ അല്ല. സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് പാർട്ടിയുടെ കാര്യം, 3 വർഷത്തെ സംഘടനാ കാര്യങ്ങൾ, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അടുത്ത ഒരു ഗവൺമെന്റ് വരാൻ വേണ്ടി നവകേരള സൃഷ്ടി എന്ന കഴിഞ്ഞ കോൺഫറൻസിൽ ഉന്നയിച്ച വികസനപരമായ കാര്യങ്ങളെ പറ്റിയുള്ള പ്രവർത്തന വിലയിരുത്തൽ, ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് ശരിയായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഒരു ഫോർമുലേഷൻ ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അടുത്ത 15 മാസം പ്രവർത്തിക്കുക, തുറന്നൊരു ഗവൺമെന്റ് വരാൻ വേണ്ടി പ്രവർത്തിക്കുക. ആ ഗവൺമെന്റ് വരുമ്പോഴാണ് അത്തരം കാര്യങ്ങളെ കുറിച്ച് അപ്പം ചിന്തിക്കുക. പക്ഷേ ഒരു ഒറ്റവട്ടം കൂടി അല്ലെങ്കിൽ പ്രായപരിധിയിൽ ഇളവ് മുഖ്യമന്ത്രിക്ക് മാത്രം നൽകാനൊരു തീരുമാനത്തിലേക്ക് പോകുന്നു. അത് സ്വാഭാവികമായും അതിലൂടെ ലക്ഷ്യമിടുന്നത് പിണറായി തന്നെ ആയിരിക്കും വീണ്ടും അടുത്ത തവണയും ലീഡ് ചെയ്യുക എന്നതിന്റെ തെളിവല്ലേ? ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് ആലോചിച്ചു വിടുന്ന ഒരു കാര്യമാണ്. കാരണം ഈ സമ്മേളനത്തിന്റെ ചർച്ച പ്രായപരിധിയിലേക്ക് പോകണം, ഈ സമ്മേളനത്തിന്റെ ചർച്ച പ്രായപരിധിയിലേക്ക് കൊണ്ടുപോകണമെന്നൊരു ആരും ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ചർച്ച ഈ സമ്മേളനത്തിലില്ല. കാരണം അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തുടരുകയാണ്. ആ തുടരുന്ന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വിലയിരുത്തലുണ്ടാവും, പാർട്ടിയുടെ സംഘടനാപരമായ പ്രവർത്തനങ്ങളെ പറ്റി വിലയിരുത്തലുണ്ടാവും. പക്ഷേ സമ്മേളനത്തിന്റെ പൊതുവായ നല്ല വശങ്ങൾ, മെറിറ്റ്, അതിനെ കാണാതെ അതിൽ നിന്നൊന്ന് വ്യതിചരിച്ചിട്ട് ഇതൊരു പ്രധാന വിഷയം, പ്രായപരിധിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന ചിന്തയിലേക്ക് പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ചർച്ച ഈ സമ്മേളനത്തിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല, അജണ്ടയിലും ഇല്ല. പിന്നെ ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് എന്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്? അതൊക്കെ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കേണ്ടത്. ഇപ്പം കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അഖിലേന്ത്യാ നേതൃത്വത്തെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് വെച്ചത് ഇത്തരത്തിലുള്ള കാര്യം. സ്വകാര്യ സർവകലാശാലകളടക്കം ഒരു കാലഘട്ടത്തിൽ തൊട്ടുകൂടാത്തതെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ ഒരു ഭരണം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ LDF സർക്കാർ എന്ന നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഈ തൊട്ടുകൂടാത്തതെന്ത്, തൊട്ടുകൂടാൻ കഴിയുന്നതെന്ത്, അത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ളൊരു ചർച്ച കൂടി ഉണ്ടാവുമോ? സ്വാഭാവികം. ഒരു 100 വർഷം മുമ്പ് കേരളത്തിൽ നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു.
നമുക്കിപ്പോൾ ആലോചിക്കാൻ പറ്റും. നമ്മൾ പഴയ ആദ്യമ മനുഷ്യൻ നഗ്നനല്ലായിരുന്നു, ഉൾവസ്ത്രം ഇല്ലാത്തവനൊക്കെയായിരുന്നു. വർത്തമാനകാലത്ത് ഉൾവസ്ത്രം ഇല്ലാത്ത മനുഷ്യനെ പറ്റി ചിന്തിക്കാൻ പറ്റും. അപ്പം ലോകം മാറുന്നതനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നിലപാടുകൾ മാറും. നിലപാടുകളെന്ന് പറഞ്ഞാൽ അടിസ്ഥാന നിലപാടല്ല മാറുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം